നമ്പേഴ്സ് അഥവാ സംഖ്യകളിലെ അടുത്ത ആശയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതുവരെ നമ്മൾ കുറേയധികം ബേസിക് ആശയങ്ങളെല്ലാം കണ്ട ആശയങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ സംഖ്യാരേഖയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശരിക്കും ഇപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞ ആശയം കണ്ടു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആശയങ്ങളാണ് വേറെ കണ്ടതല്ല. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് നമ്മൾ കടം വാങ്ങുന്ന കേസിലേക്കാണ്. ഇടയ്ക്കൊരാളെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കൊരാളെ കളഞ്ഞിട്ട് നമ്മൾ കടം വാങ്ങുന്ന കേസിലേക്ക് പോവുകയാണ്. ഇൻഡിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ. സോ അതിൻ്റെ ബേസിക് ആശയങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവാം. നമ്മളിടയ്ക്ക് കാണാത്തത് ഹോൾ നമ്പേഴ്സാണ്, അഖണ്ഡ സംഖ്യകൾ, 0 വരുന്ന കേസ്. തൽക്കാലം നമുക്കിപ്പോൾ കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇതില്ല. നമ്മൾ ഇൻഡിജേഴ്സ് വരുമ്പോഴത്തേക്കകത്ത് അഖണ്ഡ സംഖ്യ കൂടി വന്നോളും. സോ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിനെടുത്ത് കാണുന്നില്ല. സോ നമ്മൾ കാണാൻ പോകുന്ന ആശയം തീരെ ബേസിക്കാന്ന് പറഞ്ഞു. ഏകദേശം കുട്ടികളുടെ ഉള്ള ആശയങ്ങൾ നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. സോ മാത്സ് പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് കുട്ടികളുടെ ലെവലിലേക്കൊന്ന് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. രണ്ടുണ്ട് കാര്യം. ഒന്ന്, പറയുന്നതെല്ലാം നിങ്ങളൊന്ന് കേട്ടോളും. രണ്ട്, കുട്ടികളുടെ ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരാശയം കേൾക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് നാളെ പോയി കറിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, പകരം ആ ആശയം എന്തുകൊണ്ട് വന്നു എന്ന് കൂടി ചിന്തിക്കാൻ ശ്രമിച്ചാൽ മാത്സ് കുറച്ചുകൂടി രസകരമാകുന്നുണ്ടാവും, ഉറപ്പാണ്. അങ്ങനെ ചിന്തിക്കാറുള്ള കാര്യങ്ങൾ ഇൻപുട്സ് ആയിട്ട് തരാൻ ശ്രമിക്കാം. നിങ്ങളുടെ ലെവൽ ചിന്തിക്കുക, സംശയങ്ങളുള്ളതൊക്കെ ചോദിക്കുക. നിങ്ങളുടെ സംശയങ്ങളായിരിക്കും ഒരു പക്ഷേ എനിക്ക് കൂടുതൽ ഐഡിയാസ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ആശയത്തിലേക്ക് പോവാം. സോ പൂർണ്ണസംഖ്യകൾ അഥവാ ഇൻഡിജേഴ്സ്. നമ്മൾ നമ്പർ ലൈൻ കണ്ടപ്പോൾ അവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? നെഗറ്റീവ് നമ്പേഴ്സും 0ഉം പോസിറ്റീവ് നമ്പേഴ്സും. ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു സംഖ്യാരേഖ വരച്ചു വെച്ചിട്ടുണ്ട്. 0 ഉണ്ട്, 0. ഇങ്ങോട്ടേക്ക് പോസിറ്റീവ്, ഇങ്ങോട്ടേക്ക് നെഗറ്റീവ്. അങ്ങനെ നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരു വശം പോസിറ്റീവ് ആയിരിക്കും, ഒരു വശം നെഗറ്റീവ് ആയിരിക്കും എന്നറിയാമോ? സോ നെഗറ്റീവ് നമ്പേഴ്സും 0ഉം പോസിറ്റീവ് നമ്പേഴ്സും വരുന്നതാണ് ഇൻഡിജേഴ്സ് എന്ന് ഒത്തിരി വട്ടം കേട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമുക്ക് വലുതും ചെറുതൊന്നും മനസ്സിലാക്കാം. ഈ സംഖ്യാരേഖയിൽ വരുമ്പോൾ ഇൻഡിജേഴ്സിൻ്റെ കേസിൽ വലുതാര് ചെറുതാര് താരതമ്യം ചെയ്യുമ്പോഴാണ് വലുതും ചെറുതും നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇവിടെ നോക്കിയാൽ 1ഉം 2ഉം എടുത്താൽ വലുതാരാണ്? എന്ത് ചോദ്യമാണല്ലേ? 2 ആണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. അങ്ങനെയെങ്കിൽ -1ഉം 0ഉം എടുത്താൽ ആരായിരിക്കും വലുത്? ഓക്കെ, കാണുമ്പോൾ പറയാൻ പറ്റും 0 ആണ്. ഈ നമ്പർ ലൈൻ നോക്കാണ്ട് -3 ആണോ -1 ആണോ വലുതെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും ഉത്തരം പറയാൻ പോകുന്നത്? -3 ആണോ -1 ആണോ വലുതെന്ന് ചോദിച്ചാൽ -3 എന്ന് കുറച്ച് പേരെങ്കിലും മനസ്സിൽ വന്ന് കാണും. നല്ലതാണ്. കാരണം -3 അല്ല വലുതും -1 ആണ്. ഈ സംഖ്യാരേഖ നോക്കിയാൽ മനസ്സിലാവും. പോസിറ്റീവായിട്ട് പോകുന്ന വെച്ചാൽ ഇൻക്രീസ് ചെയ്ത് പോകുന്നതാണ്, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്ത് പോകുന്നതാണ്. സോ ഇവിടുന്ന് അല്ലെങ്കിൽ ഇൻക്രീസ് ഇങ്ങനെ ഫുള്ളായിട്ട് നോക്കിയാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് പോകുന്നു. നമ്മൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഡിക്രീസ് ചെയ്ത് പോകുന്നു. ഏതെങ്കിലും ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി, രണ്ടും കൂടി വെച്ച് കൺഫ്യൂസ്ഡ് ആവണ്ട. സോ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇൻക്രീസ് ആയി പോകാന്ന് പറഞ്ഞാൽ -3യേക്കാൾ വലുതാണ് -2, ഇപ്പുറത്ത് -4 -5 ഇങ്ങനെ പലതുണ്ട് കേട്ടോ. -4നേക്കാൾ വലുതാണ് -3, അതിനേക്കാൾ വലുതാണ് -2, അതിനേക്കാൾ വലുതാണ് -1, അതിനേക്കാൾ വലുതാണ് 0, അതിനേക്കാൾ 0യേക്കാൾ വലുതാണ് 1, 1നേക്കാൾ വലുതാണ് 2, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ -3 ആണോ -2 ആണോ വലുതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ -3 ആണോ -1 ആണോ വലുതെന്ന് ചോദിച്ചാൽ അവിടെ ആരായിരിക്കും വലുത്? -3 -1 എടുത്താൽ -1 ആയിരിക്കും വലുത്. സോ നോർമലി പണ്ട് അങ്ങനെയൊക്കെ പഠിച്ചാണ്. നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോഴത്തേക്ക് നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ അവിടെ ഏറ്റവും ചെറിയ സംഖ്യ വരുന്ന ആളായിരിക്കും വലുതെന്നൊക്കെ പറഞ്ഞ് പഠിച്ചു കാണും. അതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. സോ നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ ഇങ്ങനെയാണ് ഇൻക്രീസിങ് ആയിട്ട് നമ്മൾ പോകുന്നത്. സോ അതുകൊണ്ടാണ് -1 -3യേക്കാൾ വലുതെന്ന് പറയുന്നത്. സോ വലുതും ചെറുതും മനസ്സിലാക്കേണ്ടത് ആവശ്യകതയാണ്. കാരണം ചില സമയങ്ങളിൽ അത് ഉപകാരപ്രദമാവുന്നുണ്ടാവും. സോ ഇൻഡിജേഴ്സിൻ്റെ സംഖ്യാരേഖയിൽ റെപ്രസെൻറ്റേഷൻ മനസ്സിലാക്കി, ഇവിടെ ഇൻക്രീസ് ആയി പോകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. എന്ന് വെച്ചാൽ നെഗറ്റീവിൽ നിന്ന് 0യിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഇൻക്രീസ് ആയി പോയിക്കൊണ്ടിരിക്കുക, കൂടി വരുന്നത് ഇങ്ങനെയാണ്. അതും മനസ്സിലാക്കി. വലുതും ചെറുതും താരതമ്യം ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇനി ചെയ്യാൻ പോകുന്ന മറ്റൊരു ബേസിക് ആശയം, -1ൽ നിന്ന് 2ലേക്കുള്ള അകലം, ദൂരം എത്ര? -1ൽ നിന്ന് 2ലേക്കുള്ള അകലം എത്ര? ഈസിയാണ്, അകലം കണ്ടുപിടിക്കാൻ അറിയാം. എത്രയായിരിക്കും? -1ൽ നിന്ന് 0ലേക്ക് എത്തണം. സോ 1 യൂണിറ്റ് ഇങ്ങോട്ട് നടക്കണം, അതിനുശേഷം വീണ്ടും 1 യൂണിറ്റ് നടക്കണം, പിന്നെ 1 യൂണിറ്റ്, 2 വരെ എത്തണമെങ്കിൽ അപ്പോൾ എത്ര? 3 യൂണിറ്റ്സ് നടക്കണം അല്ലേ? -1ൽ നിന്ന് നമുക്ക് 2ലേക്ക് എത്താൻ, ഈ സംഖ്യാരേഖയിൽ 2ലേക്ക് എത്താൻ ശരിക്കും പറഞ്ഞാൽ 3 യൂണിറ്റ് നടന്നു എന്ന് പറയാം. 3 യൂണിറ്റ്സ്. സോ അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എടുത്തപ്പോൾ കിട്ടി. പക്ഷെ -1ഉം 2ഉം തമ്മിലുള്ള അകലം അല്ലാണ്ട് ചോദിച്ചാൽ അതെങ്ങനെയായിരിക്കും? സോ അതിലേക്ക് എത്താൻ നമുക്ക് കുറച്ച് ബേസിക് ഓപ്പറേഷൻസ് ഒന്ന് മനസ്സിലാക്കണം. ഇൻഡിജേഴ്സിൻ്റെ ബേസിക് ഓപ്പറേഷൻ അവിടെ വരുന്നത്. ഇതിപ്പോൾ നമുക്ക് നോക്കിയിട്ട് പറയാം.
-1 നിന്ന് 2ലേക്ക് അകലം ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ആണ് സംഖ്യകളെങ്കിൽ തമ്മിൽ കൂട്ടിയാൽ മതി. അകലം ചോദിച്ചാൽ 2, 1, 3. -4ഉം 7ഉം തമ്മിലുള്ള അകലം ചോദിച്ചാൽ തമ്മിൽ കൂട്ടുക. 7ഉം 4ഉം 11. -3ഉം 5ഉം തമ്മിലുള്ള അകലം ചോദിച്ചാൽ തമ്മിൽ കൂട്ടുക. 8. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. -4 നിന്ന് 0 വരെ എത്താൻ 4 യൂണിറ്റ്സ് നടക്കണം. അവിടുന്ന് പിന്നെയും 7 യൂണിറ്റ് ഫ്രണ്ടിലേക്ക് നടന്നാലേ എഴുത്തുള്ളൂ. അങ്ങനെ 4, 7ഉം 11 യൂണിറ്റ് നടന്നു. അതേപോലെ തന്നെ -3 നിന്ന് 0ലേക്ക് എത്താൻ, 0 നമ്മുടെ ഒറിജിനായിട്ട് സങ്കല്പിക്കുന്നതെങ്കിൽ -3 നിന്ന് 0 എത്താൻ വേണ്ടി നമുക്ക് 3 യൂണിറ്റ് നടക്കണമല്ലോ, ശരിയല്ലേ? -2, -1, 0. ആ 0ത്തിൽ നിന്ന് പിന്നെയും 5 യൂണിറ്റ് ഫ്രണ്ടിലേക്ക് പോയാലേ നമുക്ക് 5-ലെത്തുള്ളൂ. അപ്പോൾ 5, 3, 8 യൂണിറ്റ്സ് പോകണം. സോ എന്താ ചെയ്യേണ്ടത്? നമുക്ക് മൈനസ് സംഖ്യയും പ്ലസ് സംഖ്യയും തമ്മിലുള്ള അകലം ചോദിച്ചാൽ ചെയ്യേണ്ടത് ആ സംഖ്യയിലെടുത്ത് കൂട്ടിയാൽ മതി. അതേസമയം 2ഉം 5ഉം തമ്മിലുള്ള അകലം ചോദിച്ചാലോ നമ്മൾ എന്താ ചെയ്യാൻ? തമ്മിലുള്ള വ്യത്യാസം എടുക്കുന്നില്ല, 2ൽ നിന്ന് 3 യൂണിറ്റ് പോയാൽ മതി. അതേപോലെ -3ഉം -1ഉം തമ്മിലുള്ള അകലം ചോദിച്ചാലോ അവിടെ എന്ത് ചെയ്യും? അവിടെയും തമ്മിലുള്ള വ്യത്യാസമല്ലേ 1, 2 ആ സംഖ്യയിൽ തമ്മിലുള്ള വ്യത്യാസം. സോ ഒരേ ചിഹ്നത്തിലുള്ള സംഖ്യകളാണെങ്കിൽ അവർ അകലം ചോദിച്ചാൽ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള സംഖ്യയാണെങ്കിൽ അവർ തമ്മിലുള്ള അകലം ചോദിച്ചാൽ, അവർ തമ്മിലുള്ള ദൂരം ചോദിച്ചാൽ എന്ത് ചെയ്യണം? ആ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ചിഹ്നവും നോക്കാൻ പോകണ്ട, സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ദൂരം നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടേ വരുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ചിഹ്നം നോക്കാണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള ആൾക്കാരുടെ അകലം ചോദിച്ചാൽ നമ്മൾ സംഖ്യകൾ കൂട്ടുക. ഒരേ ചിഹ്നമുള്ള ആൾക്കാരുടെ അകലം ചോദിച്ചാൽ എന്ത് ചെയ്യണം? നമ്മൾ സംഖ്യകൾ തമ്മിൽ കുറച്ചാൽ മതി. 2ഉം 5ഉം തമ്മിലുള്ള അകലം വ്യത്യാസമാണ്. -4ഉം -1ഉം തമ്മിലുള്ള അകലം ചോദിച്ചാൽ 3 സംഖ്യകൾ ഒരേ ചിഹ്നമല്ലേ? ഒരേ ചിഹ്നമാണെങ്കിൽ നമ്മൾ എടുത്ത് തമ്മിലുള്ള വ്യത്യാസം മതി. ഇതിപ്പോൾ കണ്ടത് നമ്മൾ അകലം കണ്ടുപിടിക്കുന്ന ഒരു ആശയമാണ്. കാരണം ഈ അകലമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ബേസിക് ലെവലായിട്ടുള്ള പരീക്ഷകളിൽ ചോദ്യം വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരുമ്പോൾ കാണുന്നുണ്ടാവും. സോ സംഖ്യാരേഖയായി ബന്ധം എപ്പോഴും നമുക്ക് സംഖ്യാരേഖ വരച്ച് നോക്കിയൊന്നും കണ്ടെത്താൻ സാധിക്കുന്നുണ്ടാവില്ല. കാരണം വലിയ നമ്പേഴ്സൊക്കെ വന്നാൽ പാടായിരിക്കും. അത്രയും വരച്ചെടുക്കാനൊക്കെ പോകണ്ടേ, വെറുതെ സമയം കളയുന്നത്. അതിന് ഒരു ആശയം മനസ്സിലാക്കിയാൽ മതി. ബേസിക് ആശയം ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എങ്കിലും ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ബ്രെയിനിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു ആശയം പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഈ ആശയം വരുമ്പോൾ കുറച്ച് ബേസിക് ഓപ്പറേഷൻസ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞല്ലോ. സോ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇൻഡിജേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, പൂർണ്ണസംഖ്യകളുമായി ബന്ധപ്പെട്ട് ബേസിക് ഓപ്പറേഷൻസ്, അതിൽ അഡീഷൻ സബ്ട്രാക്ഷൻ വരുന്ന കേസാണ് ഏറ്റവും ആദ്യം കാണുന്നത്. പല ആൾക്കാരില്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നതാണ് നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോഴുള്ള അഡീഷൻ സബ്ട്രാക്ഷൻ. അകലവുമായിട്ട് ഭയങ്കര ബന്ധമൊന്നുമില്ല, എങ്കിലും ചെറിയൊരു റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് അകലം ആദ്യം പറഞ്ഞത്, തമ്മിലുള്ള അകലം എടുക്കുന്നത്. നെക്സ്റ്റ് നമ്മളിനി കാണാൻ പോകുന്ന ബേസിക് ഓപ്പറേഷൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചോണം. കാരണം അത് പല മോഡൽ ക്വസ്റ്റ്യൻസിലും യൂസ്ഫുൾ ആവുന്നുണ്ടാവും. സോ ഇൻഡിജേഴ്സ് എന്താണ് നമ്മളിപ്പോൾ മനസ്സിലാക്കി. സംഖ്യാരേഖയിൽ ഏതൊക്കെ നമ്പേഴ്സാണ് അതിനകത്ത് വരുന്നതെന്നും അകലം കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നും മനസ്സിലായല്ലോ. സോ ഇനി നമ്മൾ ബേസിക് ഓപ്പറേഷൻസ് ആണ് കാണാനും പോകുന്നതെന്ന് പറഞ്ഞു. അഡീഷൻ സബ്ട്രാക്ഷൻ അകത്ത് വരാൻ പോകുന്നത്. പക്ഷേ ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സും ന്യൂനസംഖ്യകളും പോസിറ്റീവ് നമ്പേഴ്സ് അധിക സംഖ്യകളും ഉള്ളതുകൊണ്ട് തന്നെ അഡീഷൻ സബ്ട്രാക്ഷൻ ഒരുമിച്ച് തന്നെ നമുക്ക് കാണാവുന്നതാണ്. സോ അതിൽ നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. സോ അത് മാറ്റാൻ വേണ്ടി നമുക്ക് ബേസിക് ആയിട്ടുള്ള അതിനകത്ത് തീരെ ബേസിക് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ നമുക്ക് ചെറിയൊരു സന്ദർഭമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് കാണാം. 2 രീതി കാണുന്നുണ്ടാവും. അതിൽ ആദ്യത്തെ ഒരു രീതിയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. സോ ബേസിക്കലി കടം മേടിക്കുന്ന കേസിലാണ് നമ്മൾ ഈ നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു, ഒരു കടം മേടിച്ചതിൻ്റെ ആശയം മനസ്സിലാക്കാനായിട്ട്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ഈ കടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കൊന്ന് സങ്കല്പിക്കാം. ഇപ്പോൾ നമുക്ക് 3 രൂപ കടമുണ്ട്. സോ 3 രൂപ കടമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനെ മൈനസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ശരിയാണല്ലോ, -3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇതിൻ്റെ കൂടെ 2 രൂപ കൂടി കടം മേടിക്കുക. ഇതിൻ്റെ കൂടെ 2 രൂപ കൂടി കടം വരുന്നു. സോ അതെങ്ങനെ വരും? -2. ശരിയാണല്ലോ. ഇപ്പോൾ ആകെ എന്താ നമുക്കുള്ളത്? 3 രൂപ കടം, 2 രൂപ കടം, വേറെ ഒന്നും കയ്യിലില്ല. ആകെ 5 രൂപ കടം. 5 രൂപ കടം എന്ന് വെച്ചാൽ അതിന് നമ്മൾ കാണിക്കാൻ പോകുന്നത് -5. ശരിയാണല്ലോ. സോ -3 -2 കൂടി ചേരുമ്പോൾ -5ആയി. ഇതിനെ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. -3 പ്ലസ് -2 എന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കുക. -3 കൂടെ -2 കൂടി ചേരുമ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത്? -5. സോ ഒരു പക്ഷേ നിങ്ങളിൽ പലരും പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. സെയിം ചിഹ്നം വരുമ്പോഴത്തേക്ക് തമ്മിൽ കൂട്ടുക, ചിഹ്നം ഇട്ട് കൊടുക്കുക. സെയിം ചിഹ്നം വരുന്ന കേസ്, സെയിം ചിഹ്നമല്ലേ?
ഇവിടെ മാത്രമാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പറയാം. ഇവിടെയും പക്ഷേ സംഖ്യകൾ നോക്കിയാൽ -3 കൊണ്ട് -2 ഉണ്ട്. അവർക്ക് സംഖ്യകൾക്കുള്ള ചിഹ്നം സെയിം അല്ലേ, അവരെ കൂട്ടി വെച്ചാൽ -5 വരുമെന്ന് അർത്ഥം. ഈ രണ്ടും സെയിം ആശയമാണ്. നമ്മൾ ഈ പ്ലസ് ഇവിടെ ഇട്ടിട്ടില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. -3നെ -2 കൂട്ടുന്നു. സോ സെയിം ചിഹ്നം വരുമ്പോഴത്തേക്ക് കൂട്ടിയിട്ട് നമ്മൾ ചിഹ്നം ഇട്ട് കൊടുക്കുമെന്ന് പറയും. ഇത് തന്നെ നമ്മൾ നോർമലി ചെയ്യാറുള്ളത് 3ഉം 2ഉം. നിങ്ങളുടെ 3 രൂപയുണ്ട്, അതിൻ്റെ കൂടെ 2 രൂപ കിട്ടിയാൽ 5 രൂപ കിട്ടുമെന്ന് പറയില്ല. ഇവിടെ നോക്കിയാൽ ഡീഫോൾട്ടായിട്ട് 2 നമ്പേഴ്സിനും പ്ലസ് സൈൻ എന്നാണ് നമ്മൾ വിചാരിക്കുക. ചിഹ്നം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിന് പറയുക ഡീഫോൾട്ടായിട്ട് പ്ലസ് സൈനുണ്ട്. സോ +3ഉം +2ഉം ആണ്, 2ഉം കൂടി കൂട്ടി 5. ഈസി അല്ലേ? സോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 3 രൂപ കടമുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് 2 രൂപ ലഭിച്ചു. കടമല്ല, നിങ്ങളുടെ പ്രയത്നം കൊണ്ട് 2 രൂപ ലഭിച്ചു. അങ്ങനെയെങ്കിൽ ഈ 2 രൂപ കൊടുത്ത് കുറച്ച് കടം വീട്ടാൻ പറ്റില്ലേ? 3 രൂപ കടമുണ്ട്, അപ്പോൾ 2 രൂപ ലഭിച്ചു, കടം വീട്ടാൻ പോവാം. സോ ആ 2 രൂപ എടുത്ത് കൊടുത്തു. ബാക്കി എന്താ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്? ആ 2 രൂപ നിങ്ങൾ ചിലവാക്കി കടം വീട്ടാൻ വേണ്ടി. ബാക്കി എന്താ ഉള്ളത്? 3 രൂപ കടമുണ്ട്, അതിൽ 2 രൂപ വീട്ടി. ബാക്കി എന്തുണ്ടാവും? 1 രൂപ കടം. ശരിയാണല്ലോ? സോ 3 രൂപ കടമുണ്ട്, അവിടെ നിങ്ങൾക്ക് 2 രൂപ ലഭിച്ചു. ലഭിച്ചതായതുകൊണ്ട് പോസിറ്റീവ് ചിഹ്നമാണ്. സോ നിങ്ങൾക്ക് എന്താ ഇപ്പോൾ ഉള്ളത്? 1 രൂപ കടം. സോ എന്താ സംഭവിച്ചത്? മൈനസായി. കടം കാണിക്കാൻ മൈനസ് അല്ലേ? സോ ഇവിടെ ചെയ്യാറുള്ളത് എന്താണ്? നോർമലി രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. ശരിയല്ലേ? ഇവിടെ പ്ലസ്, ഇവിടെ മൈനസും ആണ്. വ്യത്യസ്ത ചിഹ്നം വരുമ്പോൾ നോർമലി ചെയ്യാറുള്ളത് പഠിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? തമ്മിൽ കുറയ്ക്കും, എന്നിട്ട് വലിയ ആളുടെ ചിഹ്നം എടുത്തിടും. ശരിയല്ലേ? തമ്മിൽ കുറയ്ക്കും, വലിയ ആളുടെ ചിഹ്നം എടുത്തിടും. സോ ഇവിടെ തമ്മിൽ കുറച്ചപ്പോൾ 1 കിട്ടി. വലിയ ആൾ ഇവിടെ 3 ആണോ 2 ആണോ? 3 ആണെന്നറിയാം. സോ ആ ആളുടെ ചിഹ്നം നമ്മൾ സംഖ്യകൾ മാത്രം എടുത്ത് 3, 2 എന്ന് സംഖ്യകൾ അവർ തമ്മിൽ കുറച്ചു, അപ്പോൾ 1 കിട്ടി. ഈ സംഖ്യകളിൽ ചിഹ്നം കൊണ്ടുവന്നിരിക്കുന്നതിൽ വലിയ സംഖ്യ ആരാ നോക്കി? അവിടെ നോക്കിയാൽ 3 ആണ് വലിയ സംഖ്യ. അവൻ കൊണ്ടുവന്ന ചിഹ്നം മൈനസ് ആണ്, അതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുത്തു. സോ ജസ്റ്റ് കടവുമായി ബന്ധപ്പെട്ട് നമ്മൾ റിലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാണ്. സോ ഇതാണ് ബേസിക് ഓപ്പറേഷൻസ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ്. ഇത് 3 അല്ലെങ്കിൽ ഇത് 4 എന്ന് പറയും. ഇത് ആക്ച്വലി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതും ഒരുപക്ഷെ പലർക്കും അറിയാം. ചിലവരെങ്കിലും കൺഫ്യൂസ്ഡ് ആവുന്ന അല്ലെങ്കിൽ തെറ്റിക്കുന്ന ഇവിടെ വരുമ്പോഴായിരിക്കാം. സോ ഇനിയിപ്പോൾ ഈ മോഡൽ കണ്ടാൽ ആർക്കും ചെയ്യാൻ പറ്റുമെന്നറിയാം. മേ ബി കാണാതെ പഠിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിൻ്റെ 1-2 എക്സാമ്പിൾസ് കൂടി പറയാം. -4 + -7 -4 -8 -4 + -7 വീണ്ടും 4 രൂപ കടം, 7 രൂപ കടം എല്ലാം കൂടി കൂട്ടിച്ചേർത്താൽ നമുക്ക് 11 രൂപ കടമുണ്ട്. -7 രണ്ടും സെയിം ചിഹ്നമുള്ള നമ്പേഴ്സ് ഉണ്ട്, -11 വന്നു. അടുത്ത -4 -8 വീണ്ടും സെയിം ആശയം തന്നെ. രണ്ടും സെയിം ചിഹ്നമുള്ള നമ്പേഴ്സ് ആണ്, നമ്മൾ തമ്മിൽ കൂട്ടി 12 മൈനസ് ചിഹ്നം, ആ ചിഹ്നം ഇട്ട് കൊടുത്ത് മൈനസ് ആണ്. 4 രൂപ കടം, 8 രൂപ കടം ചേർത്ത് വെച്ച് 12 രൂപ കടം. കടം വെച്ച് റിലേറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കാമെന്ന് പറയാൻ ശ്രമിച്ചതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ തന്നെ റിലേറ്റ് ചെയ്യാം. കാരണം വലിയ വലിയ നമ്പേഴ്സ് വരുമ്പോൾ ഓരോന്നും കടം എന്ന് വിചാരിച്ച് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ആശയം മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത് കണക്ഷനിലേക്ക് കിട്ടിയാൽ അതിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം. നിങ്ങളുടെ രീതിയിൽ മറ്റെന്തെങ്കിലും ആശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. സോ ഇനി ഈ ബേസിക് ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് 2 എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. സോ 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ വരുന്ന കേസ്, -12 + 13. സോ നോക്കിയാൽ 12 രൂപ കടമുണ്ടായിരുന്ന സമയത്ത് 13 രൂപ ലഭിച്ചു. തീർച്ചയായും കടം ഫുള്ള് തീർക്കാൻ പറ്റില്ലേ? മിച്ചം ഒന്നുണ്ടാകും 1 രൂപ. ശരിയല്ലേ? 12 രൂപ കടം ഉണ്ടായിരുന്നു, ആ സമയത്ത് 13 രൂപ ലഭിച്ചെങ്കിൽ കടം ഫുള്ള് തീർക്കാൻ പറ്റും. 12 രൂപയും കടം തീർത്തു, ബാക്കി എന്തുണ്ട്? ബാക്കി നിങ്ങളുടെ മിച്ചം 1 രൂപ ഉണ്ടല്ലോ. സോ +1 വരും. ഇതാണ് നമ്മൾ പറയാറുള്ളത്. രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങളാണ്, തമ്മിലുള്ള വ്യത്യാസം എടുക്കും. ഒന്നാണ് വലിയ സംഖ്യ. ഇവിടെ 12 ആണോ 13 ആണോ? 13 ആണ്. ആ ആളുടെ നേരെ അടുത്തുള്ള ചിഹ്നം പ്ലസ് ആണ്. സോ +1 ഇട്ടു. 28 - 27 അത് വേണ്ട, 28 - 34. 28 - 27 സിമ്പിളായിട്ട് പറയാമല്ലോ. 28 - 34 ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഇവിടെയും നോക്കിയാൽ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 28 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, 34 രൂപ കടം മേടിച്ചു, 34 രൂപ കടമായി. 34 രൂപ കടമുള്ള സമയത്ത് 28 രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ കടം നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ശരിയല്ലേ? 34 രൂപ കടമുണ്ടായ സമയത്ത് 28 രൂപ നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ ഈ കടത്തിന്റെ കുറേ പങ്ക് തീർക്കാൻ പറ്റും. ശരിയാണല്ലോ? 28 രൂപ അവിടെ തീർക്കാൻ പറ്റും. ബാക്കി എന്തുണ്ടാവും? ബാക്കി 6 രൂപയല്ലേ? 28 32 തമ്മിലുള്ള വ്യത്യാസം 6 ഉണ്ടല്ലോ. ബാക്കി 6 രൂപ കടമായിട്ട് റിമെയിൻ ചെയ്യുന്നുണ്ടാവും. സോ ഇതാണ് ഇവിടെ നോക്കിയാൽ ഡീഫോൾട്ട് നമ്മൾ പറഞ്ഞു. 28ന്റെ അവിടെ ചിഹ്നം ഒന്നുമില്ല, ഡീഫോൾട്ട് കാണുന്നത് പ്ലസ് സൈൻ ആണ്. 34 മൈനസ് സൈൻ ഉണ്ട്. 28 നിന്ന് 34 കുറയ്ക്കുക. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറച്ചാൽ ഉറപ്പായിട്ടും നെഗറ്റീവ് നമ്പർ കിട്ടുമെന്ന് നമുക്കറിയാം. സോ അങ്ങനെയും കാണാം. ഇതിനെ അങ്ങനെ കണ്ടാലും നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ 28 നിന്ന് 34 കുറച്ചാൽ 6 ആണ് തമ്മിലുള്ള വ്യത്യാസം. 36 എന്ന് പറഞ്ഞ സംഖ്യയുടെ വലുത്, ആ ആളുടെ ചിഹ്നം മൈനസ് ആണ്. സോ -6 ഇട്ടു.
അങ്ങനെ കാണാം. ഇല്ലെങ്കിൽ സംഖ്യാരേഖ നോക്കിയാലും 28 34 യൂണിറ്റ് പുറകോട്ട് വന്നത് നമുക്ക് -6 എത്തുന്നുണ്ടാവും. സോ ആ സംഖ്യാരേഖയെ ബന്ധപ്പെട്ട് ഈ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. മേ ബി ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ കണ്ടു കാണുമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു സെഷനിൽ നമുക്കത് കാണാൻ ശ്രമിക്കാം. സംഖ്യാരേഖയെ ബന്ധപ്പെട്ട് ഈ ബേസിക് ഓപ്പറേഷൻ ചെയ്യുന്നു. സോ ഈ ബേസിക് ഓപ്പറേഷൻ ഇപ്പോൾ കണ്ട ഈ 4 ഓപ്പറേഷൻസ് ഒന്ന് മനസ്സിൽ വെച്ചോളൂ. നമ്മൾ നെക്സ്റ്റ് ഇതിൻ്റെ അടുത്ത ലെവൽ ഓഫ് ഓപ്പറേഷൻസ്, അഡീഷൻ സബ്ട്രാക്ഷൻ വരുന്ന അടുത്ത ലെവൽ ഓഫ് ഓപ്പറേഷൻസിലേക്ക് പോകാൻ ആ സമയത്ത് നമ്മൾ മറ്റൊരു രീതിയിൽ കാണാൻ ശ്രമിക്കും. ആശയക്കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, പക്ഷേ മറ്റൊരു രീതിയിൽ കൂടി കാണാൻ ശ്രമിക്കും. സോ ഇപ്പോൾ കടം ബേസ് ചെയ്തൊന്ന് പറയാൻ ശ്രമിച്ചതേ ഉള്ളൂ. മനസ്സിലായ ആൾക്കാർ ആ രീതിക്ക് എടുത്തോളൂ. അല്ലെങ്കിൽ ഇത്ര ഓർത്താൽ മതി, രണ്ട് സെയിം ചിഹ്നങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടും, ചിഹ്നം ഇട്ട് കൊടുക്കും. വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ തമ്മിൽ കുറയ്ക്കും, വലിയ ആളുടെ ചിഹ്നം ഇട്ട് കൊടുക്കും. ഇങ്ങനെ ആയിരിക്കും പണ്ട് പഠിച്ചിരുന്നത്. അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കടവുമായി ബന്ധപ്പെട്ട ആശയം പറയാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എടുത്തോളൂ എന്ന് വീണ്ടും വീണ്ടും പറയുന്നു. പക്ഷെ ബേസിക് ആണ്, അതുപോലെ ഇമ്പോർട്ടൻറ്റും ആണ്. ഇൻഡിജേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യയെ ബന്ധപ്പെട്ട് മറ്റ് കൺഫ്യൂഷൻസ് വരുന്ന അല്ലെങ്കിൽ മറ്റ് ബേസിക് പാർട്സിൽ വരുന്ന സംശയങ്ങൾ ഇതൊക്കെയാണ്. രണ്ട് മൈനസ് ചിഹ്നങ്ങൾ അടുപ്പിച്ച് വന്നാൽ അല്ലെങ്കിൽ മൈനസ് ഇൻറ്റു മൈനസ് എന്ത് വരും? മൈനസ് ഇൻറ്റു പ്ലസ് അല്ലെങ്കിൽ പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് വെച്ചാൽ രണ്ട് ചിഹ്നങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് വന്നത്. അത് ഇവിടെ നോക്കൂ, രണ്ട് ചിഹ്നങ്ങൾ അടുപ്പിച്ചുണ്ട്. ഈ കേസിലേക്കാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ കടമൊക്കെ വിട്ടിട്ട് വേറൊരു കേസ് പറയാൻ പോവാണ്. സോ മൈനസ് ഇൻറ്റു മൈനസ് എന്ത് വരും നോക്കാം. നമുക്ക് പ്ലസിനെ മിത്രമായിട്ട് എടുക്കും, പോസിറ്റീവ് അല്ലേ. മൈനസിനെ നമുക്ക് ശത്രുവായിട്ട് പറയാം. സോ ശത്രുവിൻ്റെ ശത്രു ആരായിരിക്കും? ശത്രുവിൻ്റെ ശത്രു നമുക്ക് മിത്രമാണെന്ന് പറയാം. സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവുന്നേ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. ഒത്തിരി രീതിയിൽ പറയാം. ഈ രണ്ട് വരകളില്ലേ, ഇവർ ചേർന്ന് വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വരും, പ്ലസ് ആവും എന്ന് പറയാം. രണ്ട് വര വേണമല്ലോ. സോ അങ്ങനെയെങ്കിൽ മൈനസ് ഇൻറ്റു പ്ലസ്, ശത്രുവിൻ്റെ മിത്രം, നമ്മുടെ ശത്രുവിൻ്റെ മിത്രം നമുക്ക് ആരായിരിക്കും? ശത്രു തന്നെയായിരിക്കും. സോ മൈനസ് ആയിരിക്കും. വേറെ രീതിയിൽ പറയാം, ഇവിടെ അതേ 3 വരകളില്ലേ, ഇവർ ചേർന്നാൽ വീണ്ടും നമുക്ക് ഒരു ഒറ്റയാനും വരും. സോ ഒറ്റ വരയായിട്ട് മാറും, മൈനസായിട്ട് മാറുന്നുണ്ടാവും. കാരണം നമുക്ക് 4 പേരുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റും. സോ ഏത് വേണമെങ്കിലും എടുക്കാം. ബേസിക്കായിട്ട് ശത്രുവിൻ്റെ ശത്രു നമ്മളെപ്പോഴും എന്താ പറയുക, സാധാരണ പറയാറുള്ളത് ഒരു നാട്ടുപ്രമാണം വെച്ചിട്ട് ശത്രുവിൻ്റെ ശത്രുയെ മിത്രമായിട്ട് കണക്കാക്കുന്നുണ്ടാവും. പണ്ടും ചെയ്തിരുന്നത് അങ്ങനെയാണ്. അതേപോലെ തന്നെ ശത്രുവിൻ്റെ മിത്രം, നമ്മുടെ ശത്രുവിൻ്റെ മിത്രം നമുക്ക് ശത്രു തന്നെയായിരിക്കും. സോ അതാണ് മൈനസ് ഇൻറ്റു പ്ലസോ പ്ലസ് ഇൻറ്റു മൈനസോ വന്നാൽ മൈനസ് വരുന്നുണ്ടാവും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിരിക്കും. സോ ആ കേസിൽ ഇത് ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചാൽ -3 പ്ലസ് -2 രണ്ട് ചിഹ്നങ്ങൾ അടുപ്പിച്ച് വന്നില്ല. രണ്ട് ചിഹ്നങ്ങൾ അടുപ്പിച്ച് വന്നതിൻ്റെ അർത്ഥം തമ്മിൽ ഗുണിക്കുക. ആ ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിക്കുക എന്നാൽ പ്ലസും മൈനസും കൂടി ഗുണിച്ചാൽ നമുക്ക് മൈനസ് കിട്ടുന്നുണ്ടാകും. സോ ഇത് -3 -2 എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആശയം. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ഇത് രണ്ടും മീൻ ചെയ്യുന്ന സെയിം ആണ്, രണ്ട് രീതിയിൽ എഴുതിയതേ ഉള്ളൂ. -3 -2 കൂട്ടിച്ചേർക്കുന്നു എന്നാണ് ഇതിൻ്റെ മീനിങ്. അതുകൊണ്ട് ഇതിൻ്റെ മീനിങ് പ്ലസും മൈനസും കൂടി ചേർന്നാൽ ഒറ്റ മൈനസായിട്ട് മാറുന്നുണ്ടാകും. സോ നോക്കി, ഇത് രണ്ടും ഇപ്പോൾ സെയിം അല്ലേ. ഇതായിരുന്നു ആശയം. സോ ഈ ബേസിക് ആശയം മനസ്സിലുണ്ടാവണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് ഇതുപോലത്തെ രീതിയിലേക്ക് ഉണ്ടാവും. -2 ഇത് വന്നതിനൊക്കെ വേറെ ആശയങ്ങളുണ്ട്, അതിലൊക്കെ നമുക്ക് പിന്നെ പോകാം. -2 എന്ന് പറഞ്ഞാൽ രണ്ടാണ് ശത്രുവിൻ്റെ ശത്രു, അപ്പം മിത്രമായിട്ട് മാറും. -7 എന്ന് പറഞ്ഞാൽ നമുക്ക് 7 ആവും. -+7 എന്ന് പറഞ്ഞാൽ നമുക്കത് -7 എന്നാവും. അത് മനസ്സിലാവണമെങ്കിൽ ചെറിയ 1-2 ബേസിക് എക്സാമ്പിൾ കാണിച്ചാൽ മനസ്സിലാവും ഇത് എവിടെ അപ്ലൈ ചെയ്യേണ്ടി വരുവാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 -2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്ത് വരുമെന്ന് ചോദിച്ചാൽ നോക്കിയോ, രണ്ട് ചിഹ്നങ്ങൾ ഇവിടെ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. മൈനസും മൈനസും, ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്. സോ എന്ത് ചെയ്യും? പ്ലസ് ആവും. 5 + 2 = 7 ആവും. 5 - -2 7 ആവും. നമ്പർ ലൈനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇത് ആശയങ്ങൾ കാണിച്ചു തരാൻ പറ്റും. നേരത്തെ പറഞ്ഞല്ലോ, അത് നമുക്ക് മറ്റൊരു സെഷനിൽ കാണാൻ ശ്രമിക്കാം. നമ്പർ ലൈനുമായിട്ട് ബന്ധപ്പെട്ട് ഇതെങ്ങനെ വർക്കായി, ഈ ലോജിക്ക് എന്താണെന്നുള്ളത്. സോ 5 - -2 5 + 2 എന്നായി. അടുത്തത് -3 + 7 -6 + -5. ഇതിൻ്റെ ഉത്തരം എന്തൊരു നോക്കാം. -3 ആദ്യമേ 2 മൈനസ് വന്നു. 2 മൈനസുകൾ അടുപ്പിച്ച് പോയാൽ ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്. സോ ഇവരെ നമുക്ക് കാണുന്നത് +3 എന്ന് പറഞ്ഞ് കാണാം. ജസ്റ്റ് എല്ലാം ഒന്നുകൂടി എഴുതുവാണ്. 3 + 7 മനസ്സിൽ കൂട്ടിപ്പോകാന്നാണ്, പക്ഷെ അങ്ങനെ കൂട്ടുന്നില്ല. നമ്മൾ ഈ ചിഹ്നങ്ങളൊക്കെ ഒന്ന് നേരെയാക്കാൻ പോവാം. ബാക്കി വേറെ ഒരു -6 ഉണ്ട്. പ്ലസ് മൈനസ് മിത്രത്തിൻ്റെ ശത്രു നമ്മുടെ ശത്രു ആയിരിക്കും, ശരിയല്ലേ. പ്ലസും മൈനസ് വരുമ്പോൾ -1 -5. സോ ഇനി നമുക്ക് കൂട്ടാം. 7 3 10. 10 ൽ 6 കുറച്ചാൽ 10 കുറച്ചാൽ എത്ര? 4. 4 ൽ 5 കുറച്ചാൽ എത്ര വരുന്നുണ്ടാവും നോക്കിയോ. വ്യത്യസ്ത ചിഹ്നമാണ്, തമ്മിൽ കുറച്ചാൽ 1 വരും,
മൈനസ് ചിഹ്നം വരും, ശരിയല്ലേ? 4ൽ നിന്ന് 5 കുറച്ചു, ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ എന്തായാലും നെഗറ്റീവ് ആവുമെന്ന് ഉറപ്പാണല്ലോ. സോ എന്ത് ചെയ്യും, തമ്മിൽ കുറച്ചപ്പോൾ 1 കിട്ടി, വലിയ സംഖ്യ 5 ആണ്, ആളുടെ സൈൻ -ആണ്, സോ -1 ഇട്ടു. ഇത്രയുള്ള ആശയം. സോ ബേസിക് ആശയങ്ങൾ ഇത്രയേ ഉള്ളൂ. കൂട്ടലും കുറയ്ക്കലും വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് സംഖ്യകളും കൂടെ കയറി വരുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ കുറച്ച് ആത്മവിശ്വാസം ചോർന്നു പോകുന്നു. ഇത്ര ഓർത്താൽ മതി. നമുക്ക് കൂട്ടാൻ നേരത്തോ അല്ലെങ്കിൽ കുറയ്ക്കാൻ എന്തോ ആയിക്കോട്ടെ, 2 സെയിം ചിഹ്നങ്ങളുള്ള സെപ്പറേറ്റ് സംഖ്യകൾ വന്നാൽ എന്ത് ചെയ്യും, സെയിം ചിഹ്നങ്ങളുള്ള സെപ്പറേറ്റ് സംഖ്യകൾ വന്നാൽ തമ്മിൽ കൂട്ടും, ചിഹ്നം ഇട്ട് കൊടുക്കും. വ്യത്യസ്ത ചിഹ്നമുള്ള 2 സംഖ്യകൾ വന്നാൽ എന്ത് ചെയ്യും, നമ്മൾ തമ്മിൽ കുറയ്ക്കും, സംഖ്യകളിൽ വലിയവൻ ആരാണോ ആ ആൾ കൊണ്ടുവന്നിരിക്കുന്ന ചിഹ്നം ഇട്ട് കൊടുക്കും. ഇനി 2 ചിഹ്നങ്ങൾ അടുപ്പിച്ച് പോകുന്ന ഇവിടെ വരുന്ന 2 ചിഹ്നങ്ങൾ അടുപ്പിച്ച് വരുന്ന 2 കേസുള്ളൂ. മൈനസ് ഇൻറ്റു മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ്. ആ കേസിൽ മൈനസ് ഇൻറ്റു മൈനസ് വരുമ്പം ശത്രുവിൻ്റെ ശത്രു മിത്രം പ്ലസ് ആവും. മൈനസ് ഇൻറ്റു പ്ലസ്, ശത്രുവിൻ്റെ മിത്രം നമുക്ക് ശത്രുവായിരിക്കും. പ്ലസ് ഇൻറ്റു മൈനസ് പറഞ്ഞാൽ സെയിം ആണ്, മൈനസ് തന്നെ. സോ ഇത്രയും ആശയങ്ങൾ മാത്രം അറിയാമെങ്കിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ കൂടാണ്ട് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനും കൂടി ചെയ്യാൻ പറ്റും, 100% ഉറപ്പാണ്. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആയിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ വരുന്നത്. അത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ പറഞ്ഞ ആശയങ്ങളിൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. നമ്മൾ കടത്തിൻ്റെ കേസ് പറഞ്ഞു, അതൊരു സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ശത്രു മിത്രം എടുത്ത് പറഞ്ഞു, അത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്, അതും സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം, പക്ഷേ ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ലിങ്ക്സ് ഒക്കെ പറയാൻ ശ്രമിച്ചത്. യൂസ്ഫുൾ ആയെങ്കിലും ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ റിലേറ്റ് ചെയ്യാം. സോ ആ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് മാത്രം ഇട്ട് വരുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ എടുക്കണം എന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയപരമായിട്ട് അതിനെ എങ്ങനെ കണക്ട് ചെയ്യാം, ആ രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്ന സെയിം സാധനം ഫോളോ ചെയ്തോളൂ, യാതൊരു ഡൗട്ടും വേണ്ട. നിങ്ങൾക്കത് കോൺഫിഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് കൊണ്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. സോ ഇൻറ്റിജേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകുന്നത്. മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം. ഗുണിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഫോർ എക്സാമ്പിൾ 3 × 4 എന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് ആൻസർ പറയുമ്പോൾ എത്രയാണ്, 12. ഇത് രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് ആയിരുന്നു, ശരിയല്ലേ? പോസിറ്റീവ് നമ്പേഴ്സ് ഗുണിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ പറയാൻ ഈസിയാണ്. സോ അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം -3 × 4 എത്രയാണ്? -3 × 4 ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഏറ്റവും ആദ്യമേ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, 12 കിട്ടും. ചിഹ്നങ്ങൾ എത്ര ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ഒരു മൈനസ് ചിഹ്നമുണ്ട്, 4ന് ഡീഫോൾട്ട് പ്ലസ് അല്ലേ? സോ ചിഹ്നങ്ങൾ തമ്മിലും ഗുണിക്കുന്നുണ്ട്. മൈനസ് ഇൻറ്റു പ്ലസ് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞ് എന്ത് സംഭവിക്കും, മൈനസ് ഇൻറ്റു പ്ലസ്. ശത്രുവിൻ്റെ മിത്രം നമുക്ക് ശത്രുവായിരിക്കും മൈനസ്. സോ ഇത്ര ഓർത്താൽ മതി. ഇനി നമുക്ക് ശത്രുവിനൊക്കെ വേണമെങ്കിൽ മാറ്റി നിർത്താം. ഇവിടെ നോക്കിയാൽ മൈനസ് ചിഹ്നം ഒരെണ്ണമല്ലേ ഉള്ളൂ. മൈനസ് ചിഹ്നം ഒരെണ്ണം അല്ലെങ്കിൽ ഒറ്റ സംഖ്യയായിട്ടുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ മൈനസ് വരും. അത് മനസ്സിലാൻ വേണ്ടി കാണിച്ചു തരാം. -1 × 2 × -1 × -1 × -1 മൾട്ടിപ്ലൈ എളുപ്പത്തിന് വേണ്ടി എല്ലാം ഒന്നിട്ടത് കേട്ടോ. എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. ബാക്കി എല്ലാം 1 ആയതുകൊണ്ട് 1 × 2 2 കിട്ടും. ഇനിയാണ് നമുക്ക് സൈൻ നോക്കേണ്ടത്. എത്ര നെഗറ്റീവ് സൈൻസ് ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 5 നെഗറ്റീവ് സൈൻസ് ഉണ്ട്. സോ ഒറ്റ സംഖ്യയല്ലേ, എന്ത് ചെയ്യും, ആൻസർ മൈനസ് ഉണ്ടാവും. കാരണം ഈ 2 മൈനസ് തമ്മിൽ ക്യാൻസൽ ഔട്ട് ചെയ്ത് പ്ലസ് ആവും. ഈ 2 മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പ്ലസ് ആവും. ബാക്കി ഒരു മൈനസ് മിച്ചമുണ്ട്, അതുകൊണ്ടാണ് മൈനസ് വരുന്നത്. സോ അത്രയും ചെയ്യാൻ പോകേണ്ടത് നമ്മൾ സംഖ്യകൾ ഗുണിച്ചതിന് ശേഷം നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എത്ര ചിഹ്നങ്ങൾ, എത്ര നെഗറ്റീവ് ചിഹ്നങ്ങളുണ്ട്. നെഗറ്റീവ് ചിഹ്നങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ലഭിച്ചാൽ, ഓഡ് നമ്പർ ലഭിച്ചാൽ ഉറപ്പിച്ചോ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഏട്ട സംഖ്യയായിട്ട് ലഭിച്ചാൽ, ഇവൻ നമ്പർ ലഭിച്ചാൽ ഉറപ്പിച്ചോ നമുക്ക് ആൻസർ പോസിറ്റീവ് വരും. മറ്റൊന്ന് 2 എക്സാമ്പിൾ നോക്കാം. നമുക്ക് ചെറിയ നമ്പേഴ്സ് ഇട്ട് തന്നെ നമുക്ക് ഗുണിച്ച് നോക്കാം. അപ്പോൾ എളുപ്പമാണല്ലോ. ഈ 1 തന്നെ വെച്ച് കളിക്കാം. നമുക്ക് -1 × -1 × -2 × -1 × 1 × 3 × -1 × -1 × -1 കുറേ 1 ഉണ്ട്. സോ ഇവിടെ നോക്കിയാൽ നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുന്നു. 1 × 2 × 3 6 വരും. ഇനി നോക്കുന്ന മൈനസിൻ്റെ എണ്ണമാണ്. 1 2 3 4 5 6 എണ്ണം ഉണ്ട്. സോ എത്രയാണ്, 6 നെഗറ്റീവ് ചിഹ്നങ്ങൾ വന്നാൽ അത് ഇരട്ട സംഖ്യയുണ്ട്. ആൻസർ എന്ത് വരും, ആൻസർ +6 വരും. ഒരു എക്സാമ്പിൾ കൂടി കാണിക്കുന്നുള്ളൂ. ഈ ഒന്നിട്ട് തന്നെ കാണിക്കാൻ പോകുന്നത്. -1 × -3 × -2 × -2 × -1 × 1. സോ ഇതിൻ്റെ ആൻസർ എന്ത് വരും നോക്കാം. വീണ്ടും ചെയ്യേണ്ടത് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. കുറേ 1 ഉണ്ട്. സോ 1 എടുക്കേണ്ട. 3 × 2 6 × 2 12 12 കിട്ടും. അടുത്ത മൈനസിൻ്റെ എണ്ണം 1 2 3 4 5 5 എണ്ണം ഉണ്ട് മൈനസ്.
ഒറ്റ സംഖ്യയല്ലേ, സോ ആൻസർ എന്ത് വരും? -12 വരും. സോ ആശയം മനസ്സിലായാലും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണെന്നും മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണെന്നും അറിയാമെങ്കിൽ ഈസി ആയിട്ട് പിന്നെ ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട കേസിൽ ഒത്തിരി നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒത്തിരി നമ്പേഴ്സ് കൊണ്ട് ചെയ്യേണ്ട, അതിൻ്റെ നമ്പേഴ്സ് എല്ലാം സംഖ്യകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. സോ ബേസിക് ഗുണം എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ ഗുണിച്ചതിന് ശേഷം ചെയ്യേണ്ടത് അവിടെ നെഗറ്റീവ് സംഖ്യകളുണ്ടെങ്കിൽ നെഗറ്റീവ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണുക, മൈനസ് സൈൻ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണുക, എത്ര ശത്രുക്കൾ ഉണ്ടെന്ന് എണ്ണുക. ശത്രുക്കൾ ഒറ്റ സംഖ്യ കിട്ടിയാൽ നമുക്ക് ആൻസർ മൈനസിൽ വരും. ശത്രുക്കൾ ഇരട്ട സംഖ്യയിൽ ലഭിച്ചാൽ നമുക്ക് ആൻസർ പോസിറ്റീവ് വരും. സോ മൈനസിന്റെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ, ഒറ്റയാണെങ്കിൽ നമുക്ക് നെഗറ്റീവിൽ ഫൈനൽ ആൻസർ വരും. മൈനസിന്റെ എണ്ണം ഇരട്ട സംഖ്യ ഈവൻ ആണെങ്കിൽ നമുക്ക് ആൻസർ പോസിറ്റീവ് വരും. ഈ ഒരൊറ്റ ബേസിക് ആശയമേ ഇൻഡിജർ മൾട്ടിപ്ലിക്കേഷനിലുള്ളൂ. സോ ഈസിയാണ്. ബോർഡ് മാസ് ഒക്കെ വരുമ്പോൾ, ബോർഡ് മാസ് നമ്മൾ ഇനി പഠിക്കുന്നുണ്ടാവും, അവിടെയൊക്കെ നമുക്ക് ഈ ആശയങ്ങൾ യൂസ്ഫുൾ ആകുന്നുണ്ടാവും ക്വസ്റ്റ്യൻസിൽ. സോ ഇത് മൾട്ടിപ്ലിക്കേഷൻ്റെ ആശയം. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഡിവിഷനാണ്, ഹരണം. സോ അടുത്തായി നമുക്ക് ഹരണത്തിലേക്ക് പോവാം. സോ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് മനസ്സിലായല്ലോ. ഇൻഡിജേഴ്സിൽ ബേസിക് ആണ്, നമുക്ക് ഗുണിക്കാൻ അറിയാമെങ്കിൽ ബാക്കി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചിഹ്നങ്ങൾ വരുമ്പോൾ മാത്രമേ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ, അതിപ്പോൾ മാറിക്കാണുമായിരിക്കും. അങ്ങനെ നമുക്ക് ഇനി അടുത്ത ഡിവിഷനിലേക്ക് പോകുന്നത് ഹരണവും ബേസിക് ആണ്. ഹരിക്കാൻ അറിയാമെങ്കിൽ പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ 8/2 ചെയ്യാൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും ആൻസർ അല്ലേ. 8/2 ആൻസർ 8/2 ഇങ്ങനെ എഴുതിയാലും ആൻസർ എന്ത് കിട്ടും? 4 കിട്ടും. ശരിയല്ലേ? 4. അങ്ങനെയെങ്കിൽ -8/2 -8/-2 ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും ആൻസേഴ്സ്? ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ സംഖ്യകൾ തമ്മിൽ ആദ്യമേ ഹരിക്കുക, രണ്ടിടത്തും 4 വരും. ഇനിയാണ് നമുക്ക് ചിഹ്നത്തിൻ്റെ കളി വരുന്നത്. സോ ആദ്യത്തെ കേസിൽ നോക്കിയാൽ -8/2 4 കിട്ടി. പക്ഷേ ഈ മൈനസ് വെട്ടിക്കളയാൻ നമുക്ക് ഒന്നുമില്ല, ഒരൊറ്റ മൈനസ് അല്ലേ ഉള്ളൂ. സോ മൈനസ് കൊടുത്തേക്കുക. നെക്സ്റ്റ് കേസിൽ -8/-2 8/2 4. ഈ മൈനസ് നമുക്കിങ്ങനെ വെട്ടിക്കളയാന്നേ. അപ്പോൾ എന്താ? +4. സോ ഇതിൻ്റെ ആൻസർ +4. 3-4 എക്സാമ്പിൾസ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ ആശയങ്ങളിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവും. സോ നമ്മൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചേർന്നിട്ടുള്ള കാണാൻ പോകും. അപ്പോൾ ആശയം മനസ്സിലാവും. -6 × -1 × 1 × -2 ഡിവൈഡഡ് ബൈ 3 × -1. സോ ഇതിൻ്റെ ആൻസർ വേണം. ഇവിടെ നോക്കിയാൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ ഡിവിഷനും ഉണ്ട്. ശരിയല്ലേ? സോ ഇവിടെ മുകളിൽ നോക്കിയാൽ നമുക്ക് എല്ലാം മൾട്ടിപ്ലൈ നമ്പേഴ്സ് 6 × 1 6 × 2 12/3 ഉണ്ട്. ഇനി ചിഹ്നം നോക്കണം. ഇവിടെ 1 2 3 മൈനസുകളുണ്ട്. സോ എന്ത് സംഭവിക്കും? നമുക്കിവിടെ മൈനസ് വരും. ഇവിടെ ഒരു മൈനസേ ഉള്ളൂ. സോ അവിടെ എന്ത് ചെയ്യും? അവിടെ മൈനസ്. കാരണം ഒറ്റയല്ലേ, 3 മൈനസ് വെച്ചാൽ ഒറ്റയാണെങ്കിൽ നമുക്ക് മൈനസ് വരും. ഇവിടെ ഒറ്റയാണ്, സോ മൈനസ് വരും. 12/3 4. ഈ മൈനസും വെട്ടിപ്പോകും. സോ നോക്കിയാൽ 1 2 3 4 ടോട്ടൽ 4 മൈനസ് വന്നു. സോ എന്ത് ചെയ്യും? നമുക്ക് ആൻസർ പോസിറ്റീവ് വരും. അടുത്ത വേറെ എക്സാമ്പിൾ നോക്കാം. -1 × -1 × -1 × -2 × -1 × 3 whole divided by 1 × 1 × 2 × 1 × -1. ഇവിടെ മൈനസ് കൊടുത്തേക്ക് എൻ്റെ ആൻസർ നോക്കാം. സോ ഇവിടെ നോക്കിയാൽ 2 × 3 ഇവിടെ മുകളിലുള്ളൂ. 6/2 ഉണ്ട്. സോ 3 വരും. ഇനി നമുക്ക് ചിഹ്നത്തിലേക്ക് പോവാം. 1 2 3 4 മുകളിൽ 4 എണ്ണം ഉണ്ട്. സോ എന്താവും? നമുക്ക് അവിടെ പോസിറ്റീവ് ആവും. താഴെ നമുക്ക് 2 എണ്ണം ഉണ്ട്, അതും പോസിറ്റീവ് ആവും. സോ ആൻസർ എന്ത് വരും? 6/2 3. ഇനി ഇവിടെ നോക്കാം, ഇവിടുന്ന് ഒരു മൈനസ് എടുത്ത് കളഞ്ഞു. സോ ഇവിടെ നമുക്ക് നോക്കാം. മുകളിൽ 1 2 3 4 മുകളിൽ 4 കൊണ്ട് പോസിറ്റീവ് ആണ്, താഴെ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. സോ അവിടെ നെഗറ്റീവ് വരും. ശരിയല്ലേ? 6/2 -2 -3. ഇപ്പോൾ മൊത്തത്തിൽ നോക്കി 1 2 3 4 5 മൊത്തത്തിൽ 5 മൈനസേ ഉണ്ടായിരുന്നു. സോ ആൻസർ മൈനസ് വരുന്നുണ്ടാവും. ഈസി ആയിട്ട് മനസ്സിലായല്ലോ അല്ലേ? ഒരെണ്ണം കൂടി കാണിച്ചു തരാം. വീണ്ടും ഈ 1 ഒക്കെ ഇട്ട് തന്നെ ചെയ്യാന്നേ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണ്ടല്ലോ, കൂടുതൽ ബ്രെയിൻ പ്രവർത്തിപ്പിക്കണ്ടല്ലോ ആ റെൻ്റെ. അതുകൊണ്ടാണ്. സോ -1 × -1 × 2 × -2 × -1 ഇൻറ്റു വീണ്ടും ഒരു -1 ഡിവൈഡഡ് ബൈ -1 × -1 × 2 × -1 × 1. ഇതിൻ്റെ ആൻസർ നോക്കാം. സോ 2 × 2 4 ഡിവൈഡ് ബൈ ഇവിടെ 2 × 1 മാത്രമേ ഉള്ളൂ. 4/2 2 കിട്ടും. ഇനിയാണ് ചിഹ്നങ്ങൾ നോക്കേണ്ടത്. 1 2 3 4 5 മുകളിൽ 5 മൈനസ് ഉണ്ട്. സോ ഇവിടെ മൈനസ് വരും. താഴെ 1 2 3 4 താഴെ 4 മൈനസ് ആണുള്ളത്. സോ എന്ത് സംഭവിക്കും? അവിടെ പോസിറ്റീവ് ആയിട്ട് വരും. കാരണം 4 ആണെങ്കിൽ ഇരട്ട സംഖ്യയാണ്. സോ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പോൾ -4/2 -2 വരും. ശരിയല്ലേ? സോ ഇനി നോക്കുക. 1 2 3 4 5 6 7 8 9 9 എണ്ണം ഉണ്ട്. സോ എന്താ? ഒറ്റ സംഖ്യയാണ്. ആൻസർ മൈനസ് വരും. അങ്ങനെയും കണക്കാക്കാം. സോ ബേസിക് ആശയം ഇതേ ഉള്ളൂ. നമുക്ക് താഴെ മുകളിൽ ഓരോ മൈനസുകളും ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഈ മൈനസും പോയി.
ഈ മൈനസും പോയി, ഈ മൈനസും പോയി. ബാക്കി എന്തുകൊണ്ട് ഈ ഒരു മൈനസ് കിടപ്പുണ്ട്. ഇങ്ങനെയാണ് നോർമൽ ചെയ്യാറുള്ളത്. അതിന് പകരം നമുക്ക് പല രീതിയിൽ ചെയ്യാം. സോ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കണ്ട പോലെ നമുക്ക് ടോട്ടൽ എണ്ണം എടുത്ത് നോക്കുക. എണ്ണം ഒറ്റയാണെങ്കിൽ ആൻസർ നെഗറ്റീവ് വരും, എണ്ണം ഇരട്ടയാണെങ്കിൽ ആൻസർ പോസിറ്റീവ് വരും. ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഗുണിക്കണം, ഡിവിഷൻ ആണെങ്കിൽ ഹരണമാണെങ്കിൽ ഹരിക്കണം, ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം നെഗറ്റീവോ പോസിറ്റീവോ കണ്ടെത്താൻ നമ്മൾ നെഗറ്റീവ് ചിഹ്നത്തിൻ്റെ എണ്ണം എടുത്താൽ മതി. ബേസിക്. സോ ഇൻഡിജേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ഇത്രയേ ഉള്ളൂ. സോ ആ ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന ചാപ്റ്റേഴ്സോ അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന ആശയങ്ങളിലെ ചോദ്യങ്ങളിലൊക്കെ ഈസി ആയിട്ട് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻഡിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ ബേസിക് ആശയങ്ങളെല്ലാം ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ബേസിക് ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക് ഓപ്പറേഷൻസ് ആയിരുന്നു. പൂർണ്ണസംഖ്യ എന്തൊക്കെയുണ്ടെന്നും നമ്പർ ലൈനിൽ എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നും അതുപോലെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ ബേസിക് ആശയങ്ങളാണ് നമുക്ക് ബേസിക് ലെവൽ ചോദ്യങ്ങളിലൊക്കെ വരിക. അതെല്ലാം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സംഖ്യാരേഖയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഭിന്നക സംഖ്യയാണ് കാണേണ്ടത്, റാഷണൽ നമ്പേഴ്സ്. പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മൾ നിശേഷഹരണം, ഡിവിസിബിലിറ്റി റൂൾസുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ആശയം കാണുന്നുണ്ടാവും. നമ്മളിപ്പോൾ കണ്ട എണ്ണൽ സംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എണ്ണൽ സംഖ്യകൾ കൊണ്ടുള്ള നിശേഷഹരണം, അതും നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ആശയങ്ങൾ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. അതും സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഓൾ ഇന്ത്യ ലെവൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കുറച്ചുകൂടി ആശയങ്ങളുണ്ടാകും, അത് പിന്നീട് നമ്മൾ കാണുള്ളൂ. സോ ഇപ്പോൾ സ്റ്റേറ്റ് ലെവൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിശേഷഹരണം അഥവാ ഡിവിസിബിലിറ്റി റൂൾസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ കാണാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഭിന്നക സംഖ്യയിലേക്ക് പോകുന്നുണ്ടാവും. സോ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ കാണാൻ പോകുന്നത് മറക്കാതെ കാണണം, ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിശേഷീകരണം അഥവാ ഡിവിസിബിലിറ്റി റൂൾസ്. ഇൻഡിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യ എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതിൻ്റെ അടിസ്ഥാന ക്രിയകളായ കൂട്ടൽ, കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ ഒക്കെ ചെയ്യുന്ന രീതി മനസ്സിലായി കാണും. സോ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, സീറോ ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. സോ ഇതിനെ നമ്മൾ പറയുന്ന മറ്റൊരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ പറയുന്നത് ന്യൂനസംഖ്യകൾ. അറിയാമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ന്യൂനസംഖ്യകൾ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയും, 0. പിന്നെ പോസിറ്റീവ് നമ്പേഴ്സിന് അപ്പം എന്ത് പറയും? അതിസംഖ്യകൾ എന്ന് വിളിക്കും. അധിക സംഖ്യകൾ അല്ലെങ്കിൽ അതിസംഖ്യകൾ. പോസിറ്റീവിന് അതി എന്ന് വെച്ചാൽ അധികമുള്ളത്, മറ്റേ ന്യൂനം നെഗറ്റീവ്. സോ അതും കൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ അറിയില്ല എന്നുണ്ടെങ്കിൽ. സോ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ബേസിക് ചോദ്യരൂപങ്ങളാണ്. നമ്മളിപ്പോൾ പഠിച്ച ആശയങ്ങൾ ഒന്നുകൂടി മനസ്സിലൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി കുറച്ച് ചോദ്യരൂപങ്ങൾ നോക്കാം. സോ അതിൽ ആദ്യത്തെ ചോദ്യം ബേസിക് അഡീഷനും സബ്ട്രാക്ഷനും വരുന്നതാണ് നമ്പേഴ്സിന്റെ. സോ ഇത് 2017 7ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ലെവൽ എക്സാമ്പിൾ ചോദിച്ച, സോ ഏത് എക്സാം ആണെന്ന് മനസ്സിലാക്കി കാണുമല്ലോ. 2017 ചോദിച്ച സെയിം ചോദ്യം തന്നെയാണ്. 841 + 673 - 529. ഏറ്റവും ബേസ് ലെവൽ ചോദ്യം അല്ലേ. സോ ഇവിടെ മൈൻഡ് കാൽക്കുലേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഇവിടെ ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 800ഉം 600ഉം കൂടി കൂട്ടിയാൽ 1400 വരും എന്നറിയാലോ. 1400 500 കുറച്ചാൽ 900. സോ 900 ചില്ലറ, അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ഏകദേശം ഉറപ്പിച്ച് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി സാധാരണ രീതിയിൽ കാൽക്കുലേഷൻ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ മൈൻഡിൽ തന്നെ ഈ ഫുൾ സംഖ്യകൾ എടുത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. 840ഉം 670ഉം തന്നെ ആക്ച്വൽ ആൻസർ കണ്ടെത്താൻ പറ്റും. അവിടുന്ന് 529ഉം മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ വശമില്ലെങ്കിൽ അങ്ങനെ പ്രാക്ടീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ബേസിക് രീതി കണ്ടു. 841ഉം 673ഉം കൂട്ടുന്നു. 3 1 4 7 4 11, ബാക്കി ക്യാരി ഇവിടെ എഴുതും. 8 6 14 1 15, 1514 വരും. അതിൽ നിന്ന് പിന്നെ 529 കുറയ്ക്കണം. 4ൽ നിന്ന് 9 കുറയ്ക്കാൻ പറ്റില്ല. സോ എന്ത് ചെയ്യും? കടമെടുക്കും. ഇവിടെ 16, ഇവിടെ 0 വരും. 14ൽ നിന്ന് 9 കുറച്ച് എത്ര വരുന്നുണ്ടാ? നമുക്ക് 5 കിട്ടും. അറിയാലോ, 14ൽ നിന്ന് 9 കുറച്ച് 5 കിട്ടും. അല്ലെങ്കിൽ 9 5 കൂടി കൂട്ടിയാൽ 14 കിട്ടും. അങ്ങനെ വേണമെങ്കിൽ കാണാം. അടുത്ത ഇവിടെ 0 കിട്ടും. 0ൽ നിന്ന് 2 കുറയ്ക്കാൻ പറ്റില്ല. സോ എന്ത് ഇവിടുന്ന് കടമെടുക്കുക. അപ്പോൾ ഇവിടെ 4 ആവും. അപ്പോൾ 10ൽ നിന്ന് 2 കുറയ്ക്കണം, 8. അല്ലെങ്കിൽ ഓർത്താൽ മതി എന്തിൻ്റെ കൂടെ, 2ന്റെ കൂടെ എന്ത് കൂട്ടിയാൽ ഇവിടെ 10 കിട്ടുമെന്ന് നോക്കിയാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സോ ഇവിടെ 8 എന്ന് വരും. അടുത്ത ഇവിടെ 4ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റും. സോ ഈ 14 ഒരുമിച്ച് വേണം. 14ൽ നിന്ന് വീണ്ടും 5 കുറയ്ക്കണം. സോ 9 വരും. 985. സോ 985 ആൻസർ എന്ന് കിട്ടി. സോ മൈൻഡ് കാൽക്കുലേഷൻ സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട, ഇതുപോലെ ചെയ്തെടുത്തോളൂ. പക്ഷെ അതിനുശേഷം മൈൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. 985 ആണ് ആൻസർ. സോ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ഇതുപോലത്തെ വേറെ മോഡൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ഇവിടെ ന്യൂനസംഖ്യകളും അതിസംഖ്യകളും ഒക്കെ ചേർന്ന് വരുന്നതാണ്. -23 ന്യൂനസംഖ്യയാണ്. +5 -15 പല രീതിയിൽ ഇതിനെ വീക്ഷിക്കാം.
ഇങ്ങനെ ഒരേപോലെ മീൻസ് ഓർഡർ ചെയ്തു പോലാണെങ്കിൽ -23 + 5 എന്ത് സംഭവിക്കും? രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങൾ. സോ തമ്മിൽ കുറയ്ക്കും. തമ്മിൽ കുറച്ചാൽ 23 5 കുറച്ചാൽ എത്രയാ? 18 അല്ലേ? 23 5 കുറച്ചാൽ 18 കിട്ടും. വലിയ സംഖ്യയുടെ ചിഹ്നം, വലിയ സംഖ്യ 23 ചിഹ്നം മൈനസ്. സോ ഇപ്പോൾ നമുക്ക് വരാൻ പോകുന്നത് -18 -15. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ -18 കിട്ടി. -15. സോ രണ്ട് ചിഹ്നങ്ങൾ അടുപ്പിച്ചു വന്നു. നമ്മൾ ശത്രുവിന്റെ ശത്രു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒന്നും മനസ്സിലായാലേ കുഴപ്പമില്ല. -*- പ്ലസ് എന്നറിയാലോ. -*- ചെയ്താൽ പ്ലസ് വരും. സോ ഇത് ബേസിക്കലി -18 + 15 വരും. ശത്രുവിന്റെ ശത്രു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൊളിറ്റിക്കൽ ലാംഗ്വേജിലും അല്ലാതെ മേ ബി സിനിമകളിലൊക്കെ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ശത്രുവിന്റെ ശത്രു മിത്രമാക്ക എന്ന് പറയാറുണ്ടാവും. അതാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചത്. മൈനസ് നമ്മൾ ശത്രു, നമ്മൾ നെഗറ്റീവാണ് ശത്രുവായിട്ട് കണ്ടു. അപ്പൊ ശത്രുവിന്റെ ശത്രു തമ്മിൽ ഗുണനം വന്നപ്പോൾ പ്ലസ് ആയി. ഇതാണ് നമ്മൾ നേരെ സംസാരിച്ച്. അതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയില്ല കുഴപ്പമില്ല. -*- ആണെങ്കിലും കിട്ടിയാൽ മതി. -18 + 15 എന്ത് സംഭവിക്കും? രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങളല്ലേ, മൈനസും പ്ലസും. സോ എന്ത് ചെയ്യും? തമ്മിൽ കുറയ്ക്കും. 18 ന്ന് 15 കുറച്ചാൽ 3 കിട്ടുന്നുണ്ടാവും. വലിയ സംഖ്യയുടെ ചിഹ്നം -3. സോ ഇതിന്റെ ആൻസർ -3. ഇങ്ങനെ അല്ലാണ്ട് നമുക്ക് പല രീതിയിൽ സോൾവ് ചെയ്യാം. സോ പല രീതി എന്ന് പറഞ്ഞാൽ ഒരു രീതി കൂടി കാണിക്കാം. ഈ -15 + 15 ആണെന്നറിയാലോ. സോ നേരെ നോക്കുമ്പോൾ തന്നെ രണ്ട് ചിഹ്നങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അവർ ഗുണിച്ചാൽ ഇവിടെ മൈനസും ഗുണിക്കുമ്പോൾ പ്ലസ് ആവുന്നറിയാം. സോ 5ഉം 15ഉം കൂടി കൂട്ടുന്ന പോലെ വരും 20. അപ്പൊ -23 + 20 എന്ന് പറഞ്ഞു വരും. ഇങ്ങനെ കാണാം. വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ കുറയ്ക്കും. 3 വരും ആൻസർ. വലിയ സംഖ്യയുടെ ചിഹ്നം -3. സോ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിനെ വീക്ഷിക്കാം. ഏത് രീതിക്ക് ചെയ്താലും ആൻസർ കറക്റ്റ് കിട്ടും. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള രീതി ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ സെയിം രീതി തന്നെ. 87 - 13 മനസ്സ് ചെയ്യുന്നത് എങ്ങനെ? 87 10 കുറയ്ക്കുക, എത്ര വരും? 77 വരും. വീണ്ടും 3 കുറയ്ക്കുക, എത്ര വരും? 74 വരും. 74 പ്ലസ് മൈനസ് വരുമ്പോൾ രണ്ട് ചിഹ്നങ്ങൾ അടുപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ, രണ്ട് ചിഹ്നങ്ങൾ ഒരു സംഖ്യയുടെ ഇടതുവശത്തായിട്ട് രണ്ട് ചിഹ്നങ്ങൾ അടുപ്പിച്ച് വരും. അവർ തമ്മിൽ ഗുണിക്കണം. പ്ലസും മൈനസും ഗുണിച്ച് ആര് വിചാരിക്കും? മൈനസ് വിചാരിക്കും. നെഗറ്റീവ് കിട്ടും. സോ ഇവിടെ ഇത് -10 ഉണ്ടാവും. സോ ഓൾറെഡി നമുക്ക് ഇത് കുറച്ചപ്പോൾ 74 കിട്ടി. 74 - 10 എത്ര കിട്ടും? 64. അല്ലെങ്കിൽ വേറെ രീതി ചെയ്യാൻ പറ്റും. ഈ പ്ലസും മൈനസും കൂടി ചെയ്താൽ മൈനസ് എന്ന് അറിയാമെങ്കിൽ ഇതിനെ നമുക്ക് -13 -10 ഈ ഭാഗത്തെ കാണാം. ശരിയാണോ? രണ്ടും സെയിം ചിഹ്നങ്ങൾ. മൈനസ് തമ്മിൽ കൂട്ടും. എത്ര കിട്ടും? 23 കിട്ടും. ചിഹ്നം ഇട്ട് കൊടുക്കണം -23. സോ ഈ ചോദ്യം 87 - 23 ആവും. 87 - 23. ഇത് കുറയ്ക്കാൻ നമ്മൾ ഇതുപോലെ എഴുതി കുറയ്ക്കാനൊക്കെ നിൽക്കണ്ട. അതല്ലാണ്ട് നമ്മൾ മനസ്സിൽ ചെയ്യാൻ ഇനി പഠിക്കുക. മനസ്സിൽ ചെയ്യാൻ നമുക്ക് പറ്റും. നിങ്ങൾ മാത്സിൽ ഇപ്പോൾ ഏത് ലെവലിലാണെങ്കിലും, ഈവൻ 0 ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് സാധിക്കും. എങ്ങനെ? 87 20 കുറയ്ക്ക്. 87 രൂപയുണ്ട്. അതിന് 20 രൂപ കുറഞ്ഞാൽ എത്രയാവും? 67. പിന്നെ 3 രൂപ കൂടി കുറയ്ക്കണം. അപ്പോഴല്ലേ 23 കുറയുള്ളൂ. അപ്പൊ 64. ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. സോ അങ്ങനെ 64 കിട്ടും. ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് ഒരു കണക്കിനെ വീക്ഷിക്കാം എന്ന് പറയാൻ വേണ്ടിയാണ് ഇപ്പൊ ഇതുപോലെ 2-3 രീതിയിലായി കാണിക്കുന്നത്. അതുകൊണ്ട് കണ്ട് പേടിക്കുകയും ചെയ്യരുത്, മനസ്സിലാക്കി പോവുക. ഈ പല രീതികളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ചില രീതികൾ കുറെ ലെങ്തി ആയിരിക്കാം. ആയിക്കോട്ടെ, ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അതിന്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാവും. സോ ആൻസർ 64 നെക്സ്റ്റ് ഒരു രീതി മാത്രമേ ഇപ്പൊ നോക്കാൻ പോകുന്നുള്ളൂ. -36. രണ്ട് ചിഹ്നങ്ങൾ ആദ്യമേ വന്നില്ല ഇടതുവശത്തേക്ക്. മൈനസ് എന്താവും? പ്ലസ് ആവും. സോ ഇത് ആക്ച്വലി ഈ ഭാഗം 136 എന്ന് പറഞ്ഞാവും. ശരിയാണല്ലോ? 136 6 കുറച്ചാൽ എത്രയാ? 130 വരും. ശരിയല്ലേ? 136 6 കുറച്ചാൽ 130 വരും. സോ ഇത്രയും ഭാഗം സോൾവ് ചെയ്യും. 130 മൈനസ് വീണ്ടും വന്നു. എന്ത് ചെയ്യും? തമ്മിൽ കുടിക്കും, പ്ലസ് ആവും. ഇത്ര 130 കൊണ്ട് +14. നമ്മൾ ഇവിടെ എഴുതിയില്ലെങ്കിലും നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളാം. 130 കിട്ടി. +14 എത്രയാ? 144. 144. സോ ഇത്രയും ഭാഗം സോൾവ് ചെയ്ത് കിട്ടിയപ്പോൾ 144 കിട്ടി. അടുത്തത് -8. 144 8 കുറച്ചാൽ എത്ര കിട്ടും? 136 കിട്ടും. സോ ഇത്രയും സോൾവ് ചെയ്തപ്പോൾ 136 വീണ്ടും വന്നിരിക്കുന്ന +- ആ സംഖ്യയുടെ ഇടതുവശത്തേക്ക് രണ്ട് ചിഹ്നങ്ങൾ അടുപ്പിച്ചിട്ടുണ്ട്. +- തമ്മിൽ ഗുണിക്കുക. പ്ലസ് മൈനസ് കിട്ടും, മൈനസ് കിട്ടും. സോ ഇത്രയും നമുക്ക് കിട്ടിയത് 136 -2 134. സോ ആൻസർ 134. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. 130 +14 144 -10 134. ആ -10 അങ്ങനെ ഒന്ന് മനസ്സിലാക്കും. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. 137 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വീഡിയോ അടുത്ത ലെവൽ ബേസിക് ക്വസ്റ്റ്യൻ. -8 -7 സെയിം ചിഹ്നങ്ങളല്ലേ? നോക്കിയേ, സെയിം ചിഹ്നങ്ങളല്ലേ? സംഖ്യയുടെ ഇടതുവശം രണ്ടും സെയിം ചിഹ്നങ്ങൾ അല്ലേ ഉള്ളൂ. സോ എന്ത് ചെയ്യും? തമ്മിൽ കൂട്ടും. 8 7 കൂടി 15. ചിഹ്നം ഇട്ട് കൊടുക്കുക മൈനസ്. സോ ഇവിടെ നമുക്ക് -15 വന്നു. അടുത്തത് -+15. സോ സംഖ്യയുടെ ഇടതുവശത്തേക്ക് രണ്ട് ചിഹ്നങ്ങൾ അടുപ്പിച്ച് വന്നു. -+. എന്തായിരിക്കും? -+. വ്യത്യസ്ത ചിഹ്നങ്ങൾ ഗുണിച്ചാൽ മൈനസ് കിട്ടുമെന്ന് ഓർക്കാലോ.
സോ മൈനസ് കിട്ടും. സോ ഇത് -15 -15 എത്ര കിട്ടുന്നുണ്ടോ? രണ്ടും സെയിം ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടുക 30, ചിഹ്നം ഇട്ട് കൊടുക്കുക -30. സോ ഇത്രന്റെ ആൻസർ -30 കിട്ടി. ഇത്രയും ആൻസർ -30. അടുത്ത -30 ആണ് ചോദ്യം. ഇപ്പൊ ഈ ചോദ്യ രൂപമായിരിക്കുന്നത്. വീണ്ടും സംഖ്യയുടെ ഇടതുവശത്ത് രണ്ട് ചിഹ്നങ്ങൾ അടുപ്പിച്ച് വന്നു അല്ലെ? മൈനസ് ഇൻറ്റു മൈനസ് ചെയ്യണം. എന്ത് ചെയ്യണം? മൈനസ് എത്ര കിട്ടും? പ്ലസ് കിട്ടുന്നുണ്ടാവും. സോ -30 + 30. രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ നമ്മൾ തമ്മിൽ കുറയ്ക്കും. 30 - 30 0. സോ ഇതിന്റെ ആൻസർ എത്ര കിട്ടി? 0. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ പോലെ സ്പീഡാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് അറിയാവുന്ന ആശയം വെച്ച് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇവിടെ പറഞ്ഞ അതേപോലെ ചെയ്യണമെന്നില്ല. മാത്സിന്റെ ബേസിക് അടിസ്ഥാനം അറിയാമെങ്കിൽ, ഇന്റീരിയേഴ്സിന്റെ അടിസ്ഥാനം അറിയാമെങ്കിൽ അത് രീതിക്ക് ഏത് രീതി വേണമെങ്കിൽ സോൾവ് ചെയ്ത് നോക്കിയോളൂ. ആൻസർ സെയിമേ വരുള്ളൂ. സോ ബേസിക് ലെവലാണ്. ഒരുപക്ഷെ ബേസിക് ലെവൽ ഒട്ടും ഓർമ്മയില്ലാത്തവരോ അല്ലെങ്കിൽ അറിയാത്തവരോ ഉണ്ടെങ്കിൽ ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് വെച്ചാണ് നമ്മൾ ഇത്തരം ചോദ്യ രൂപങ്ങൾ ഇപ്പോൾ ചെയ്ത് ബാക്കി പ്രാക്ടീസ് സെഷൻസിൽ വരുന്നുണ്ടാവും. അവിടെയും ചെയ്ത് നോക്കുക. ഇതൊക്കെ അറിയാമെന്ന് എന്താ പറയുന്നത്, ധാരണയല്ല, അറിയാമെന്ന് കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ചെയ്ത് നോക്കിക്കോളാം. നിങ്ങൾ കാൽക്കുലേഷൻ സ്പീഡ് എന്ന് പറഞ്ഞിട്ടോട്ടെ പല രീതി ചെയ്യാൻ ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ 1-2 രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചില്ലേ? അതേപോലെ പല വ്യത്യസ്ത രീതി ചെയ്യാൻ ശ്രമിച്ചോളൂ. സോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും കൂടി വെച്ചിട്ടുള്ള 1-2 ചോദ്യങ്ങൾ കൂടി നോക്കിയാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് സെഷൻ ഒന്ന് വൈൻഡ് ചെയ്യാം. സോ ഇൻഡിജേഴ്സിലെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ ചേർന്ന് വരുന്ന 2 ബേസിക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ വെട്ടിച്ചെറുതാക്കൽ എന്നൊക്കെ പറഞ്ഞ പരിപാടി മാത്സ് കേട്ടുക. സോ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ബേസിക് ആയിട്ട് ഇപ്പോൾ ഇതിനെ എടുത്താൽ മതി. സോ ആദ്യത്തെ ചോദ്യം നോക്കിയാൽ 16 × -4 × 27 × -3 × -1 ഒരു വരയുണ്ട്. ഹോൾ ഡിവൈഡ് ബൈ എന്നർത്ഥം 2 × 2 × -8 × -9. ഫ്രാക്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇതിന്റെ വേറെ പേരുകൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ അംശം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭിന്നസംഖ്യ വരുമ്പോൾ. സോ അത് ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ഇപ്പോൾ നോക്കുവാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ മാത്സ് ഒക്കെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ സംഭവിച്ചത് കാണുമ്പോൾ ഇതെന്താ ചെയ്യേണ്ടത്, ഇതെല്ലാം കൂടി ഗുണിക്കണമെന്നൊക്കെ തോന്നും. അങ്ങനെ ഒന്നും ചെയ്യാൻ പോയത് കാൽക്കുലേഷൻ പാർട്ട് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. നമുക്ക് കുറെ സംഖ്യ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമേ നോക്കേണ്ടത് നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്ന വെച്ചാൽ ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റുന്നതൊക്കെ ഡിവൈഡ് ചെയ്ത് കളയാം. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ കോമൺ ഫാക്ടേഴ്സ്, പൊതു ഘടകം കളയുന്നതാണ് അതിന്റെ ആശയം. സോ അവിടെ നോക്കുവാണെങ്കിൽ ഇപ്പൊ അങ്ങനെ നോക്കണ്ട. ഇപ്പൊ 16, 4, 27, 3 ഒക്കെ മുകളിലുണ്ട്, ഗുണിക്കണം അല്ലേ? താഴെ നമുക്ക് 2, 2, 8, 9 ഒക്കെ ഉണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ഒറ്റയടിക്ക് പകുതി ചെയ്യാം. ഇപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും ബേസിക് രീതി നോക്കുവാണെങ്കിൽ 16 2 നോക്കുക. നമുക്ക് 2 കൊണ്ട് ഹരിക്കാമല്ലോ. സോ എന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് 8 വരും അല്ലേ? അടുത്ത ഈ 8 8 നോക്കാം, നമുക്ക് ഹരിച്ചു കളയാലോ. 8 8 നമുക്ക് 8 കൊണ്ട് തന്നെ ഹരിച്ചു. അടുത്ത വീണ്ടും നോക്കുവാണെങ്കിൽ 4 2 കൊണ്ട്, സോ 2 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ നമുക്ക് 1 വരും, ഇവിടെ നമുക്ക് 2 വരും. ശരിയാണല്ലോ? നെക്സ്റ്റ് പല രീതി നോക്കാം. വേണമെങ്കിൽ 27 9 കൂടി വിഭജിച്ചോ. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ 9 കൊണ്ട് ഹരിക്കാമല്ലോ. 9 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റും. സോ ഇവിടെ 1 വരും, ഇവിടെ നമുക്ക് വരാൻ പോകുന്നത് 3 ആണ്. ഇപ്പൊ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് അല്ലെങ്കിൽ താഴെ നോക്കുവാണെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് വിട്ടേക്ക്, താഴെ നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം 1 1 1 1 എല്ലാം 1 കൊണ്ട് ഗുണിക്കുന്ന മാത്രം. സോ ആൻസർ 1 വരും പറയാം. ഇവിടെ നോക്കുവാണെങ്കിൽ 2 × 3 × 3 എത്രയാ? 2 × 3 6, 6 × 3 18. സോ 18 വരുന്നുണ്ടാവും. ഇനി നമുക്ക് നോക്കേണ്ട ചിഹ്നങ്ങളാണല്ലേ. ഇവിടെ നമുക്ക് നെഗറ്റീവ് സൈൻസ് ഉണ്ടായിരുന്നു. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ 1 2 3, ഇവിടെ 3 നെഗറ്റീവ് സൈൻസ്, ഇവിടെ 2 നെഗറ്റീവ് സൈൻസ്, ടോട്ടൽ 5 നെഗറ്റീവ് സൈൻസ്. എന്ത് സംഭവിക്കും? അങ്ങനെ വേണ്ടി കണ്ടോ 5 നെഗറ്റീവ് സൈൻസ് ആകുമ്പോൾ നെഗറ്റീവ് ചിഹ്നങ്ങളുടെ എണ്ണം ഒറ്റയാണെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ആക്ച്വലി നോക്കുവാണെങ്കിൽ ഈ നെഗറ്റീവ് വെട്ടിപ്പോവും, ഈ നെഗറ്റീവ് വെട്ടിപ്പോവും. അതാണ് സാധാരണ കാണുന്ന ആശയം. മിച്ചം ഒരെണ്ണം വെട്ടാതെ കിടപ്പുണ്ടാവും. സോ ആളെ എടുത്തിടണം. ഇതാണ് സംഭവം. സോ -18 അല്ലെങ്കിൽ പല രീതിക്കാണ്. തൽക്കാലം ഏതെങ്കിലും ഒക്കെ രീതി കണ്ടോ, നമ്മൾ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും എടുത്തു. മനസ്സിലുള്ള വെട്ടിച്ചെറുതാക്കുന്ന മനസ്സിലാകാനോ അല്ലാണ്ട് ഗുണിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ബോർഡ് മാസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇനി വരുന്നുണ്ട്. ആ സമയത്ത് കൂടുതൽ ആശയങ്ങൾ കാണുന്നുണ്ടാവും. പിന്നെ ഭിന്നസംഖ്യയൊക്കെ പഠിക്കുമ്പോൾ വെട്ടിച്ചെറുതാക്കുന്ന വീണ്ടും നമ്മൾ കാണുന്നുണ്ടാവും. ഇപ്പോൾ ആക്ച്വലി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഒക്കെ ഒന്ന് ഗുണന പട്ടിക ഒന്ന് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും നോക്കിയാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 36 ഉണ്ട്, × 12 × -5 × -1 × -1 ഡിവൈഡ് ബൈ -4 × -9 × -2 × -2 × -1. ഇരുന്നോട്ടെ. ഇനി 4 × 9 36 ആണെന്ന് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവനെ ഒരുമിച്ചങ്ങ് വെട്ടിക്കളയാം. ഇല്ല എന്നുണ്ടെങ്കിൽ പല രീതി ചെയ്യും. 36നെ 4 കൊണ്ട് ഹരിച്ചു നോക്കുക. 4 കൊണ്ട് നമ്മൾ മുകളിലും താഴെയും ഡിവൈഡ് ചെയ്യുന്ന പോലെ ഇവിടെ 1 വരും, ഇവിടെ 9 വരും. ഈ 9 വെട്ടിക്കളയാൻ പറ്റും. അങ്ങനെ ഓക്കെയാണ്. ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ 5ഉം 10ഉം കൂടി നോക്കാം. 5 കൊണ്ട് ഹരിക്കാനോ? 5 കൊണ്ട് നമ്മൾ താഴെയും മുകളിലും ഹരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. മുകളിൽ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 വരും, താഴെയാണെങ്കിൽ 2 വരും. ഓക്കെ ആണല്ലോ? ഇനി 12ഉം 2ഉം കൂടി നോക്കുക. 2 കൊണ്ട് ഹരിക്കാനോ? ഇവിടെ നമുക്ക് 6 വരും. 6ഉം 2ഉം കൂടി നോക്കുക. 2 കൊണ്ട് ഹരിക്കാനോ? ഇവിടെ 1 വരും, ഇവിടെ 3 വരും. ഇനി നമുക്ക് മുകളിൽ വേറെ
ഹരിക്കാൻ പറ്റുന്നതായിട്ട് മുകളിലും താഴെയും കോമൺ ആയിട്ട് ഒന്നും. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നാണ്, ഇവിടെയും ഒന്നാണ്, ഇവിടെ ഒന്നാണ്. സോ താഴെ നമുക്ക് 1 വരും, മുകളിൽ ഗുണിച്ചാലോ 3 ഇൻറ്റു ബാക്കി എല്ലാം 1 സെറ്റേ ഉള്ളൂ. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്ന്, ഇതൊക്കെ ഒന്നായി പോയി. ബാക്കി 3 മാത്രമേ സംഖ്യയായിട്ട് മുകളിൽ കിടക്കുള്ളൂ. സോ ആൻസർ 3 വരും. ഇനി ചിഹ്നം നോക്കണം അല്ലേ? ശരിയല്ലേ? ചിഹ്നം നോക്കണം. മുകളിൽ 1 2 3, താഴെ നോക്കുകയാണെങ്കിൽ 1 2 3 4 5, 5 3 8 ചിഹ്നങ്ങളുണ്ട്. സോ പോസിറ്റീവ് ആണ് എണ്ണം. സോ ആൻസർ പോസിറ്റീവ് വരും, +3. ഇല്ലാന്നുണ്ടെങ്കിൽ സാറിന്റെ കോൺസെപ്റ്റിൽ ഈ മൈനസ് വെട്ടിപ്പോയി, ഈ മൈനസ് വെട്ടിപ്പോയി, ഈ മൈനസ് വെട്ടിപ്പോയി, ബാക്കി 2 മൈനസുകൾ ഉണ്ടല്ലേ, 2 മൈനസുകൾ മൾട്ടിപ്ലൈ എന്ത് സംഭവിക്കും? പോസിറ്റീവ് ആവുന്ന അറിയാം. സോ ഫൈനൽ ആൻസർ പോസിറ്റീവ്. ഈ വെട്ടിക്കളഞ്ഞത് മാത്രം ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ മതി. പല രീതിയിൽ എങ്ങനെയാ വെട്ടിക്കളയുന്നത് നമ്മൾ ഫോർ എക്സാമ്പിൾ 36/4 × 9 എന്നുള്ളത് നമുക്ക് പല രീതിയിൽ വെട്ടിച്ചെറുതാക്കാം. ഇവിടെ നോക്കുമ്പോൾ 36 4 നോക്കിയാൽ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. അപ്പൊ ഇവിടെ 2 വരും, ഇവിടെ 2 കൊണ്ട് ഹരിച്ചാൽ 18 വരും. അങ്ങനെ നമ്മൾ ഹരിക്കുന്നത് 2 കൊണ്ട് നമ്മൾ ഇതിനെ ഹരിച്ചു. അതിന്റെയൊക്കെ ആശയങ്ങൾ നമ്മൾ നിശേഷ ഹരണം എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. അത് കഴിയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ടാവും. പിന്നെ വീണ്ടും നമുക്ക് 18 9 കൊണ്ട് ഹരിക്കില്ലേ, 18 2 കൊണ്ട് ഹരിച്ചാൽ 2 കൊണ്ട് ഹരിക്കണം, ഇവിടെ 9 വരും, 9 9 കൊണ്ട് ഹരിച്ചാൽ 1 വരും. അതാണ് നമ്മൾ ഈ സെഗ്മെന്റ് ചെയ്തത്. അങ്ങനെ നമുക്ക് ഓരോന്നും നമുക്ക് എന്താ പറയുക, നമുക്ക് ഗുണന പട്ടിക അറിയാമെങ്കിൽ അത് വെച്ച് ഹരിക്കാൻ ശ്രമിക്കാൻ പറ്റും. തൽക്കാലം ഈ ചെയ്ത രീതി ഒന്ന് മനസ്സിലാക്കുക. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതൊക്കെ കണ്ടിട്ടുള്ളതാണെങ്കിൽ ഈസി ആയിട്ട് ഇപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റി കാണും. സോ നമ്മൾ വെട്ടിച്ചെറുതാക്കുന്ന സെഷൻസ് ഒക്കെ വേറെ വരുന്നുണ്ട്. ആ സമയത്ത് കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. സോ ഇന്ന് നമ്മൾ കണ്ട ആശയങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഡിജേഴ്സ്, പിന്നെ അതുപോലെ ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ് കൂട്ടാനും ഒക്കെയുള്ള, എണ്ണി എടുക്കാനും ഒക്കെയുള്ള സംഭവങ്ങൾ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ആശയം എന്ന് വെച്ചാൽ അടിസ്ഥാന ക്രിയകളുമായി ബന്ധപ്പെട്ട ആശയമാണ്. അതായത് ഡിവിസിബിലിറ്റി റൂൾസ്. നിശേഷ ഹരണം അല്ലെങ്കിൽ ഹരണക്ഷമത, ഹരണസാധ്യത എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇമ്പോർട്ടൻ്റ് ആയ ആശയമാണ്. സോ അടിസ്ഥാന ക്രിയകൾ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആശയമാണ് ഡിവിസിബിലിറ്റി റൂൾസ് എന്ന് പറയുന്നത്. സോ അതിന്റെ ആശയം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നെക്സ്റ്റ് സെഷനിൽ കാണും. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പല സംഖ്യകൾ കൊണ്ട് ഹരിക്കാനായിട്ട് നോർമൽ ഹരണമാണല്ലോ ചെയ്യുന്നത്. അതല്ലാതുള്ള എളുപ്പ വഴികളാണ് കാണാൻ പോകുന്നത്. എളുപ്പ വഴികൾ എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സിന്റെ അടിസ്ഥാനം തന്നെയാണ്. സോ അതും ഇൻട്രസ്റ്റിംഗ് ആയ ആശയങ്ങളാണ്. അതേപോലത്തെ രീതിയിൽ അത് വീക്ഷിക്കാൻ ശ്രമിക്കുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക, മനസ്സിലാക്കുക. ഏറ്റവും ലാസ്റ്റ് കണ്ട ആ വെട്ടിച്ചെറുതാക്കുന്ന രീതി മനസ്സിൽ വെച്ചുകൊള്ളുക. നമ്മൾ പൊതു ഘടകം വെട്ടിക്കളയാന്നൊക്കെ ഇടയ്ക്ക് പദങ്ങൾ ഉപയോഗിച്ചു. അതൊക്കെ ഘടകങ്ങൾ വരുമ്പോൾ ഒന്നുകൂടി മനസ്സിലാകുന്നുണ്ട്. ആ സമയത്ത് ഡീപ്പായിട്ട് നമ്മൾ അതിനെ കൂടി കാണുന്നുണ്ടാവും. സോ ഇനി കാണാൻ പോകുന്ന ആശയങ്ങളെല്ലാം രസകരമായ ആശയങ്ങളാണ്. ഇതുവരെ കണ്ടതുള്ള രസകരമായ ആശയങ്ങളാണ്. അതുപോലെ വീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സോ അതെല്ലാം പ്രാക്ടീസ് ചെയ്യുക, വീക്ഷിക്കുക. അതേപോലെ ഡെയിലി ടെസ്റ്റുകളൊക്കെ മനസ്സിരുത്തി ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക.